പലരും ആവേശത്തോടെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും. പക്ഷേ 1-2 ദിവസം കഴിയുമ്പോൾ അതെവിടെയോ പോയിട്ടുണ്ടാകും. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് എഴുതി വെക്കും. പക്ഷേ 7 മണിക്ക് പോലും എഴുന്നേൽക്കാൻ പറ്റാറില്ല. ഇങ്ങനെയാണോ നിങ്ങളുടെ അവസ്ഥ? പാലിക്കാൻ കഴിയാത്ത ടൈം ടേബിളുകൾ ഉണ്ടാക്കുന്നതിന് പകരം കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 1. റിയലിസ്റ്റിക് ആകുക. ബി റിയലിസ്റ്റിക്. ഒരു ദിവസം 15 മണിക്കൂർ പഠിക്കുമെന്ന് ടൈം ടേബിളിൽ എഴുതി വെക്കരുത്. ഇത് കേൾക്കാൻ നല്ലതാണെങ്കിലും നടപ്പിലാക്കാൻ പ്രയാസമാണ്. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് മാത്രം സമയം നിശ്ചയിക്കുക. തുടക്കത്തിൽ 4 അല്ലെങ്കിൽ 5 മണിക്കൂർ കൊണ്ട് തുടങ്ങുക. പിന്നീട് അത് സാവധാനം വർദ്ധിപ്പിക്കുക. 2. പ്രയോറിറ്റി ലിസ്റ്റ്. പ്രയോറിറ്റി ലിസ്റ്റ്. എല്ലാ വിഷയങ്ങളും ഒരേ ദിവസം പഠിക്കാൻ ശ്രമിക്കരുത്. ഏറ്റവും പ്രയാസമുള്ള അല്ലെങ്കിൽ ഉടനെ പരീക്ഷയുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം നൽകുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ അന്ന് പഠിച്ചു തീർക്കേണ്ട 3 പ്രധാന കാര്യങ്ങൾ 3 മെയിൻ ഗോൾസ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് തീർക്കാൻ മുൻഗണന നൽകുക. 3. ബഫർ ടൈം നൽകുക. ഇൻക്ലൂഡ് ബഫർ ടൈം. കൃത്യം 4 മണി മുതൽ 5 മണി വരെ പഠനം. 5 മുതൽ പുലർച്ചെ 5 മണി കഴിഞ്ഞ് 5 മിനിറ്റ് വരെ ബ്രേക്ക്. ഇങ്ങനെ മിനിറ്റുകൾ വെച്ച് ടൈം ടേബിൾ ഉണ്ടാക്കരുത്. അപ്രതീക്ഷിതമായി എന്തെങ്കിലും തടസ്സങ്ങൾ വന്നാൽ നിങ്ങളുടെ പ്ലാൻ മൊത്തം തെറ്റും. അതുകൊണ്ട് ഓരോ സെഷനുമിടയിൽ അല്പം അധിക സമയം ബഫർ ടൈം നൽകുക. സ്ലോട്ട് സിസ്റ്റം. സമയത്തിന് പകരം സ്ലോട്ടുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് രാവിലെ ഒരു സ്ലോട്ട്, വൈകുന്നേരം ഒരു സ്ലോട്ട്. ഓരോ സ്ലോട്ടിലും ഏത് വിഷയം പഠിക്കണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകും. 5. രാത്രിയിലെ റിവ്യൂ. നൈറ്റ് റിവ്യൂ. ഉറങ്ങുന്നതിന് മുൻപ് അന്ന് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പൂർത്തിയാക്കിയോ എന്ന് പരിശോധിക്കുക. തീർക്കാൻ പറ്റാത്തവ അടുത്ത ദിവസത്തെ ലിസ്റ്റിലേക്ക് മാറ്റുക. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും. ടൈം ടേബിൾ എന്നത് നിങ്ങളുടെ ജയിലല്ല, മറിച്ച് നിങ്ങളുടെ വഴികാട്ടിയാണ്. ഇത് കൃത്യമായി പാലിച്ചാൽ പരീക്ഷാകാലത്തെ പകുതി ടെൻഷൻ കുറയും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു സ്റ്റഡി പ്ലാൻ ആശംസിക്കുന്നു.